Hey guys, welcome back to B-Talks. Guys, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എസ്കേപ്പ് ചലഞ്ച്. ഗൈസ്, അപ്പോൾ എസ്കേപ്പ് ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ 4 പേരും കൂടെ കൂടിയിട്ട് ഒരു കള്ളത്തരം ചെയ്തു. കള്ളത്തരല്ല, ഒരു ഇൻസിഡന്റ് നടന്നു. അതിനകത്ത് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ആരാണ് ശരിക്കും അതിനകത്തുള്ള കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ശരി. ഗൈസ്, അപ്പോൾ എന്തായാലും അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. One morning, you find out that you're almost out of water. You can get more water from one of 4 sources: a juicy cactus, a pond with salty seawater, a clear, still lake, or a silty stream. What source of water will you choose to fill your filter water bottle with? 10 seconds to decide. I choose stream. Stream. Pond. Bakri? Me choose also pond. Why? പോണ്ടിലെ വെള്ളം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറവ വെള്ളമാണ്, ക്ലിയർ ആയിരിക്കും. പിന്നെ അതുപോലെ ജ്യൂസി കാറ്റസ് ഇതിനകത്തല്ല, ഡെസേർട്ട് സംഭവമാണ്. ലൈക്കിനകത്ത് ക്ലിയർ ലേക്ക് എന്നല്ല പറയുന്നത്. ക്ലിയർ ലേക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കെട്ടിക്കിടക്കണമല്ലോ, അത് ഉറവ വെള്ളമല്ല, അത് മറ്റേ തടാകമാണ്. സ്ട്രീമിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രീമിനകത്ത് പ്രശ്നം എന്ന് ഒഴുക്കുകളാണ്, പക്ഷെ ഇതില്ല. പക്ഷെ മാലിന്യങ്ങൾ അതെന്താ ഞാൻ പറയട്ടെ, ഇപ്പൊ ബാത്റൂം ഇല്ലാത്ത വീട്ടുകാരൊക്കെ ചിലപ്പോ പോണ്ടിൽ മറ്റേ സ്ട്രീമിലൊക്കെ നീ അല്ല അവിടെ ഇരിക്കുന്നതിന്. ഇത് കാട്ടിൽ നാട്ടിൽ നിന്ന് ഒഴിക്കുന്ന വെള്ളമായിരിക്കും. അല്ല, ഇത് കാട്ടിൽ ആനിമൽസ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോണ്ടില്ലേ, അത് ഫിൽഡ് വിത്ത് സോൾട്ട് വാട്ടർ ആണ്. അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചിന്തിക്കണായിരുന്നു. ഫിൽഡ് വിത്ത് സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ പോണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്തോളൂ. അവൻ കുറച്ച് കാട്ടിലല്ലേ, കുറച്ച് ഉപ്പുവെള്ളം കുടിക്കട്ടെ. ഞാൻ പറയുകയാണെങ്കിൽ സ്ട്രീമാണ്. കാറ്റസ് ജംഗിൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതിനകത്ത് വാട്ടർ ഒന്നാണ്, സേവ് ചെയ്യുന്ന സാധനമാണ്. അതും ഒരു കാട്ടിൽ ഒറ്റപ്പെട്ട് പോയിന്നല്ല പറഞ്ഞത്. ഞാൻ സ്ട്രീം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്ട്രീം പോണ അത് കണ്ടു കഴിഞ്ഞാൽ ആ വഴി കൂടെ അവന് വഴി എടുത്തിട്ട് അവന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു, ബ്രില്യന്റ് ആയിട്ട് ചിന്തിച്ചു. Most cacti are toxic, and instead of quenching your thirst, you'll have a severe stomachache. Salty seawater will dehydrate you. Stagnant water in the still lake is swarming with all kinds of bacteria, and drinking it is extremely dangerous. നിങ്ങൾ മറ്റേ ആനിമൽസിന്റെ മറ്റേ ഇതെല്ലാം അല്ലാതെ ആ സൈഡിൽ കൂടെ പോകണം, ചാടിക്കിടക്കല്ല. ഓക്കെ, രണ്ട് പോയിന്റ്. ഒന്ന് Next round, please. A man riding a horse and a motorcycle are waiting on the road for the green light. Suddenly, the truck driver drops his cell phone on the horn. The loud noise scares the horse and it bites the motorcyclist's ear. Shocked and in pain, the man unwittingly moves his motorcycle and causes an accident. But which person actually broke the law? You have 10 seconds to figure it out. ആരാണ് ഇവിടെ നിയമത്തിനെതിരെ ചെയ്തിട്ടുള്ളതെന്ന്? അയാള് ഫോൺ അടിച്ചതാണോ നിയമവിരുദ്ധം? അയാള് വണ്ടി എടുത്ത് പെട്ടെന്ന് ഫ്രണ്ടിക്ക് വന്നതാണോ നിയമവിരുദ്ധം? അത് ഹോഴ്സ് കരഞ്ഞാണോ നിയമവിരുദ്ധം? അത് മറ്റേ കാറുകാരൻ വന്നാണോ നിയമവിരുദ്ധം? എന്താണ് നിയമവിരുദ്ധം? ആരാണ് ഇവിടെ നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നത്? ഹോഴ്സ് ഓർ ആ പയ്യനോർ ആ ട്രക്ക് ഡ്രൈവർ? ഞാൻ അവസാനം പറയണല്ലോ. ഒന്നും കൂടെ ഒന്ന് ഇത് ചെയ്യോ, കാണിക്കോ? അതിനകത്തൊന്നുമില്ല. ട്രക്കിൽ മറ്റേ ഓൺ അടിച്ചപ്പോഴത്തേക്കും ഹോഴ്സ് മറ്റേ ചാടിയപ്പോഴത്തേക്കും ബൈക്കാരൻ പാനിക്കായിട്ട് വണ്ടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് അപ്പൊ മറ്റേ കാറുകാരൻ വന്ന് ഇടിച്ചു, ആക്സിഡന്റ് ആയി. ഇതിനകത്ത് ആര് ചെയ്താണ് മിസ്റ്റേക്ക്? ആരാണ് ലോ ബ്രേക്ക് ചെയ്തേക്കുന്നതെന്ന്? ലോജിക് ഉണ്ട്, നല്ല ലോജിക് ഉണ്ട്. ഇതിനകത്ത് മിക്കവരും ഇത് തെറ്റിച്ചിട്ടുണ്ട്. ബൈക്ക്. നീയോ? ബ്രോ, നിങ്ങൾ രണ്ട് ബൈക്ക് പറഞ്ഞ ഞാൻ കഴിഞ്ഞിട്ടെ അതിനകത്ത് പറയരുത്. നീ അങ്ങനെ ഗസ് പറയല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹോൺ അടിക്കേണ്ട കാര്യമില്ല. അതെ, 3 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റുള്ളൂ. ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റുള്ളൂ. ഞാൻ ബൈക്കാ പറഞ്ഞ. വക്രി പറ, നിനക്ക് ആൻസർ കിട്ടി, എനിക്ക് മനസ്സിലായി. നീ പറ. പക്ഷെ അത് എനിക്ക് അത് ഡൗട്ടാണ്. ഈ തെണ്ടികൾ എല്ലാരും തെറ്റി കാണിച്ചിട്ടിരിക്കുന്നത്. നീ പറഞ്ഞോ. പറ. ബ്ലൂ കാർ. ബ്രോ പറ. ഹോഴ്സ്.
ട്രാഫിക്കിന്റെ ഇടയിലാണോ ഹോഴ്സിനെ കൊണ്ടുവരണേ? ഇപ്പൊ എന്താ പറ്റില്ല, അത് പറ്റില്ലെന്ന് നിയമമില്ല. ഉണ്ട്, അവർക്ക് പ്രത്യേക ഇതുണ്ട്. ഹോഴ്സിന് ഇവിടുത്തെ റോഡിൽ എവിടെ ഉണ്ടാക്കി വെച്ചാൽ കാണിച്ച പ്രത്യേക നിയമം അല്ലല്ല, ഹോഴ്സിനെ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെയില്ല. അവിടെ എവിടെ ഹോഴ്സ് പോലീസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്കെ ബ്രോ, ഷോ മീ പ്ലീസ്. It's the motorcyclist because he isn't wearing a helmet while driving. ഹെൽമെറ്റ് കഴിച്ചിട്ടില്ല. നമ്മള് എന്തൊക്കെ ആ ബൈക്കാരൻ വന്ന് നിർത്തിയത് സീബ്ര ക്രോസിൽ ഓൾറെഡി കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഒഫൻസ് സിഗ്നൽ ലൈൻ ഇടിച്ചപ്പോഴത്തേക്ക് അവൻ ഗിയർ ഇട്ട് വണ്ടി എടുത്തു. അത് ശരിയാ. കുതിരേനെ അതുമല്ല കാര്യം, ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല, അതാ കാര്യം. പറഞ്ഞതിലും കാര്യമുണ്ട്. 0 അല്ല 1 1. നിനക്ക് 0 ആണല്ലേ? ഞാൻ വണ്ണായിട്ട് ഇപ്പൊ ഞാൻ മോട്ടോർ സൈക്കിൾ അറിഞ്ഞ. You're lost in a forest. It's getting dark, and very soon wild animals will start their hunt. There are 4 roads you can choose from: the north, south, west, and east. But the north path will take you to a supermassive black hole ready to swallow you up. The south road goes through a lake full of huge whale sharks. If you take the west road, you'll end up at the edge of a ginormous hole in the ground which can't be crossed, even with the help of a rope. And the east path will bring you to a sky-high mountain which is impossible to climb over. You have 10 seconds to choose your way. ബ്ലാക്ക് ഹോള്. ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ചുഴലിയാണ്, മറ്റേ ഇതാണ്. ആ പയ്യൻ ഒറ്റപ്പെട്ടു പോയിന്നാ. ഒറ്റപ്പെട്ട് നടുക്ക് നിൽക്കുകയാണ്. പോണം. ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നു, ഏത് വഴി പോകുന്നു വീട്ടിലേക്ക്? ഐ ഗോ ഫോർ, അത് മലയല്ലേ? ഐ ഗോ ഫോർ ഇ. കേറാൻ പറ്റാത്ത, അതിനകത്ത് കേറാൻ പറ്റൂല. മറ്റേത് ബ്ലാക്ക് ഹോള്, മറ്റേത് കുഴി. എന്നാ സി, അല്ലാതെ മറ്റേത് വഴി ഒരിക്കലും പറ്റത്തില്ലല്ലോ. ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് ഹോൾ എന്താ? ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. അതെന്താ പോണ്ട? സി അല്ല, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്തേ ഉള്ളൂ. SS സൗത്ത്, പിന്നെന്തത്? സൗത്ത് വെസ്റ്റ്. സൗത്ത് എസ്. ഞാൻ പറഞ്ഞ താഴേക്ക് മറ്റേ കടലല്ലേ. അങ്ങനെ ഈ കടലിൽ കൂടെ പോയിട്ട് എവിടെ എത്താനായിട്ട്? ദുബായിക്ക് പോകാനാ. അപ്പുറത്തെ എവിടെ പോലും കടന്നിട്ടില്ലേ? പിന്നെ കേറാൻ പറ്റാത്ത മലയാണെങ്കിൽ ഹെലികോപ്റ്റർ വിളിക്കുക. ഐ ചൂസ് നോർത്ത്. സൗത്തിൽ എന്തെന്നാ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലേ സൗത്തിൽ എന്താന്ന്. സൗത്തില് 3 ദിമ്മികളുള്ള ഒരു. സൗത്തിൽ അല്ല, വെസ്റ്റില് അല്ല, നോർത്തില്. നോർത്തില് ബ്ലാക്ക് ഹോള്. അതെന്താ ബ്ലാക്ക് ഹോൾ? അത് എവിടെ ബ്ലാക്ക് ഹോൾ ഫിലിമില്ലേ, അതിൽ ബ്ലാക്ക് ഹോൾ എൻ്റർ ചെയ്തിട്ടല്ല അവര് തേർഡ് ഇതിനകത്തേക്ക് പോണേ. എവിടെ എത്തുന്ന് പറയാൻ പറ്റില്ലല്ലേ? അപ്പം റിസ്ക് എടുക്കണം അല്ലേ? ഇങ്ങോട്ട് കുഴിപ്പെട്ട് ചാവും, താഴെ പോയാൽ തിമിംഗലം തിന്നും. മറ്റേത് ചാടി പോകാനും പറ്റൂല. അപ്പൊ ഐ ചൂസ് സൗത്ത്. ഐ ചൂസ് നോർത്ത്. യു ചൂസ് ഈസ്റ്റ്. എന്തായാലും നമ്മളെ ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടും, ആർക്കെങ്കിലും ഒരു പോയിന്റ് കിട്ടും. അതായിരിക്കും എന്റെ ഇത്. പിന്നെ അങ്ങനെ ആയിരിക്കും പറയുന്നത്. 4 അവന്റെ ഇടയിൽ കുറെ വീടുണ്ടായിട്ട് 4 വേറെ സ്ഥലത്തേക്ക് പോണത്. അതിന്റെ ഇടയിൽ കൂടി വീട്ടിൽ കയറി അതിലും വഴി പോകാൻ പറ്റും. വീടിന്റെ ബാക്ക് ഡോറിൽ കൂടെ, റോട്ടിൽ കൂടെ പോയാലല്ലേ പ്രശ്നം. പറ്റുവാ, റോട്ടിൽ കൂടെ പോയാലേ പ്രശ്നം. I choose east. You need to follow the south road. Whale sharks present no threat to people, and they'll let you swim across the lake without any problems. എന്താ കാര്യം? അത് മെയിൽ ഷാർക്ക് വെള്ളത്തിന്റെ ഉള്ളിൽ മനുഷ്യരുടെ ഉപദ്രവിക്കത്തില്ലെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്ലീസ്. സ്കോർ ഈസ് 3-0-1-1. Trapped by a psycho. A psycho caught you and let you choose where you'd have to stay on your own for the following 3 weeks. If you manage to survive, he'll set you free. He gave you 3 options: a desert full of cacti, a sunny field with flowers, a banana and a glass of water, and a beach under stormy skies, surrounded by sharp cliffs and hit by high waves. Where do you have the best chances to survive? സെക്കൻഡ് വൺ. ഒറ്റ ഗ്ലാസും ഒറ്റ പഴം കൊണ്ട് 3 ആഴ്ച നീ പിടിച്ചു വെക്കും. പിന്നെ ബാക്കിയുള്ള 2 ഇതിനകത്ത് എങ്ങനെ പിടിച്ചു വെക്കാനാണ്? അതിനകത്ത് ഒരു ദിവസം ഒന്നാണ് ഓപ്ഷൻ.
ഇപ്പോ മറ്റേ മഴ മാറിയാലല്ലേ? മഴയുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് വെള്ളം എപ്പോഴും കുടിക്കാൻ കിട്ടും. ബ്രോ അതൊക്കെ ബ്രോയുടെ മനസ്സിലാലോചിക്കാം, എന്നിട്ട് ഉത്തരം പറ. എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ട് ഇത് റീസൺ പറഞ്ഞ പറ. ഒരു നല്ലൊരു ക്ലൈമറ്റ് ആണ് രണ്ടാമത്തത്. അല്ല നിങ്ങൾ ഇത് പറയുന്നില്ലല്ലോ. ഉത്തരം പറഞ്ഞില്ല. ബ്രോ ഏത് ചൂസ് ചെയ്തേ? ഞാൻ രണ്ടാമത്തെ നടുക്കത്തെ. ഞാനും നടക്കത്തു. ഞാൻ മൂന്നാമത്തെ. ഞാൻ ഫസ്റ്റത്തെ. കാക്ടസിലെ വെള്ളമുണ്ട്. അപ്പൊ അത് പറയുന്നത് കാറ്റസിൽ വെള്ളമുണ്ട്. ഇതിനകത്ത് മീനൊക്കെ ചാടി വരും. In a desert, there's no water, and you won't last long. One banana and a glass of water won't help you to survive for 3 weeks. Your only choice is the beach. The sea will provide you with food, and since the weather is cloudy, you'll be able to drink rainwater. റെയിൻ വാട്ടർ കുടിക്കാ. മറ്റേതാണെങ്കിൽ കുഴി കുത്തി നമുക്ക് കിണർ കുത്തി വെള്ളം എടുക്കായിരുന്നു. സത്യം. ഏതില്? മറ്റേ സ്ഥലത്താണെങ്കിൽ നല്ല എൻവയോൺമെന്റ് അല്ലേ? പീസ് ആൻഡ് കാമാണ്. ഈ മഴയത്ത് എത്ര നേരം വെള്ളം കുടിക്കണം, ചത്തുപോലും. 3 ആഴ്ച തെങ്ങിലെ കരിക്കിട്ട് കുടിക്കാൻ പറ്റും. തെങ്ങ് കാണിച്ചാൽ മൂന്നാഴ്ച അടുപ്പിച്ച് മഴ പെയ്ത തണുത്തു. നമ്മള് കൾട്ടിവേറ്റ് ചെയ്യും. തേങ്ങ ഉണ്ടോ? കാടാണ് നല്ല ഇതാണ്. അപ്പൊ 3, 0, 2, 1. One night, you find yourself stuck in an old, spooky castle. You hear someone chasing after you, and you run faster and faster, but suddenly, a dead end. However, as your eyes adjust, you notice 3 doors in the wall. But behind each door, there are some horrifying creatures. The first door hides zombies. Werewolves are behind the second one. And if you open the third door, you'll come face to face with bloodthirsty vampires. Second one Which എന്താ? door should you open to have a chance to survive? സെക്കൻഡ് വൺ എന്താണ്? വോൾസ്. അതെന്താ വേറോൾസ് ഇല്ലേ? മറ്റേ മാന്തി കഴിഞ്ഞിട്ട് മറ്റേ വാൻ ഹെൽസിംഗില് മാന്തി കഴിഞ്ഞിട്ട് അവൻ ഇതാവില്ലേ? കരടി കരടിയാ? കരടി അല്ല, കരടിക്കുട്ടൻ. അല്ലടാ, ചെന്നായ തന്നെ. കരടിക്കുട്ടൻ. സൂമ്പി പിന്നെ സീനില്ലേ, വേറെ കടിക്കുള്ളൂ. I choose 1. ഞാനാണെങ്കി ഡ്രാക്കുളനെ എടുക്കും. എന്നിട്ട് ഡ്രാക്കുളയാണ്. ചോര കുടിക്കുമോ? എന്നിട്ട് അയാളുടെ ചോര മേടിച്ച് കുടിച്ച് ഞാനൊരു വാമ്പയർ ആവും. നീയാ? I choose also one. കാരണം ഈ സോംബീസ് പയ്യെ നടക്കുള്ളൂ, മറ്റേ ഓടുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. ബാക്കി രണ്ടുപേരും പെട്ടെന്ന് അതെന്താ ഡോർ തുറക്കുമ്പോ തന്നെ ഫ്രണ്ട് സോംബി വെക്കുവാണെങ്കിലാ ഇടിക്കും. തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടും. Escape through the second door. The moon is waxing at the moment, and werewolves only transform during a full moon. You're kidnapped and held in a basement by a crazy professor. But the basement has 3 doors, and one of them leads to freedom. The professor leaves, and you get to open the doors one by one. Behind the first door, there's a dense jungle full of deadly creatures. Behind the second door, there's a gigantic fire-breathing dino that could burn you alive. And behind the third door, you see a lake of ice water that freezes everything in several seconds. How can you escape? I choose first one. കത്തി കണ്ടൂലേ? കത്തി വെട്ടത്തി കണ്ടൂലേ അവിടെ? അല്ലല്ല, ബാക്കി രണ്ടെണ്ണത്തിലും നമ്മുടെ പറയണ്ട. ഇപ്പൊ ഡെഡ്ലി ക്രിയേച്ചേഴ്സ് I choose 6. അല്ല 3. എടാ അതിലേക്ക് ഒരു 3 സെക്കൻഡുള്ള ഐസ് ആവുന്നു. കൊമ്പൻ പറയണെങ്കിൽ എന്തോ ഉണ്ട്. I am with കൊമ്പൻ. എന്താ 3? ഇങ്ങനെ കൈയിടുമ്പോളെ ഐസായി. ഞാൻ 2 പറഞ്ഞു. കാരണം അതാന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പിക്കാൻ വേണ്ടി. ഡ്രാഗണും ഇല്ല, ഡ്രാഗൺ അല്ല ഡൈനോസറും ഇല്ല. പിന്നെ ഒരു മനുഷ്യനെ എങ്ങനെ കാണാനാ? ഒളിച്ചും പാത്തും പോവാന്നേ. പിന്നെ ജുറാസിക് പാർക്ക് നമ്മൾ കണ്ടാടെ. അതെ. I choose 1. ബ്രോ നോക്കിയോ ബ്രോ ജംഗിൾ ബോയ് എന്നാണ് പറയണേ. പ്ലേ ചെയ്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ റീസൺ അവിടെ മൊത്തം ഐസായിട്ട് ഇരിക്കുമല്ലേ, അപ്പൊ പിന്നെ അല്ല വെള്ളത്തിനകത്ത് വീണാലാണ് ഐസ് ആവുന്നല്ലേ പറഞ്ഞേക്കുന്നത്. വെള്ളത്തിൽ വീണ 3 സെക്കൻഡ്സിനുള്ളിൽ ഐസ് ആവുന്നല്ലേ. ഐസായിട്ടുള്ള സ്ഥലത്ത് എവിടെയാണ് വെള്ളം വരുന്നത്? 3 സെക്കൻഡിനുള്ള ഐസ് ആവത്തില്ല. Walk out through the second door.
Dinosaurs can't breathe fire. ബ്രീത്ത് ഫയറാ. ഡൈനോസേഴ്സ് അല്ല, ഡ്രാഗൺ അല്ല ഫയർ ബ്രീത്ത് ചെയ്യാൻ. ഡൈനോസർ തീ വിടത്തില്ല. പക്ഷെ ഡൈനോസേഴ്സ് അതാണ് ഡൈനോസേഴ്സ് മറ്റേ കഴുത്ത് പൊങ്ങിയിരിക്കുന്നതിന് എന്താ അത് ഡ്രാഗൺ അല്ലേ? ജിറാഫ. അത് പറക്കുന്ന മറ്റേ സാധനമാണ് ഡിനോസർ. ഡ്രാഗൺ. ഡ്രാഗൺ. Mark and James played in the attic where it was dark and dirty. But when they came down, only Mark's face was covered in dust, while James' face was miraculously clean. However, it was James who went and washed his face. You have 10 seconds to figure out why. അവന്റെ ഇതിനകത്ത് ഫുള്ള് മറ്റവന്റെ ഫുള്ള് ഡസ്റ്റ് ആയി. മുഖത്ത് മൊത്തം പൊടിയായി. പക്ഷെ ഇവന്റെ മുഖത്ത് ഫുള്ള് പൊടിയായില്ല. പക്ഷെ ഇവന് ആദ്യം ചെന്ന് ഇവന്റെ മുഖം വാഷ് ചെയ്യണമെന്നുള്ള ഇത് വന്ന് അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അത് എന്ത് റീസൺ, എന്തുകൊണ്ടാണ് അവൻ ആദ്യം ഇതിന് ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. കാരണം അവന്റെ മുഖം കാണുന്നില്ലല്ലോ. അവന്റെ മുഖമല്ലേ കണ്ടേ? അവന്റെ മുഖം കഴുകാൻ തോന്നിയായിരിക്കും. അല്ല, അവന്റെ മുഖം കണ്ടപ്പോ അവൻ വിചാരിച്ച അവന്റെ മുഖത്തും ഇങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് അവൻ ആദ്യം പോയി. ആദ്യം കണ്ട ആള് അവന്റെ ഫേസ് കണ്ടപ്പോ ഫുള്ള് ഡസ്റ്റ് കണ്ടു. അവിടെ എന്തായാലും മിററൊന്നും ഇല്ല. അപ്പൊ അവനും വിചാരിച്ചു കാണും അവന്റെ മുഖത്ത് ഫുള്ള് ഡസ്റ്റ് ആയിരിക്കുന്നു. അപ്പൊ അവൻ ആദ്യമേ ഓടിച്ചെന്ന് കഴുകാൻ വേണ്ടിയുള്ള ഇതൊന്നും. ഇപ്പൊ ഞാനും നിങ്ങളും കൂടി ഇങ്ങനെ കയറി താഴെ വീണു. അപ്പൊ ഞാൻ നോക്കാൻ നേരത്ത് നിങ്ങളുടെ മുഖത്ത് ഫുള്ള് ഡസ്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മുഖത്ത് ഫുള്ള് അങ്ങനെ ഡസ്റ്റ് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ആദ്യം ഞാൻ ഓടിച്ചെന്ന് കഴുകാൻ ഓടി. പക്ഷെ ഇരുട്ടുമുറി എന്നല്ലേ പറയണേ? ഇരുട്ടുമുറി കണ്ണിന് പൊടി പോയായിരിക്കും. എനിക്കതാ പറയാനുള്ളൂ. പറ ഞാനതാ പറയാം. ഇരുട്ടുമുറി എങ്ങനെയാവുന്നേ? അതിന്റെ മേലെ ഓപ്പൺ ആയിരുന്നു. അപ്പൊ ലൈറ്റ് ബാക്കില് ലൈറ്റ് ഓൾറെഡി ഉണ്ടേ. ഇരുട്ടുമുറിയാന്ന് പറഞ്ഞല്ലോ. ഇരുട്ട് റൂമാന്നല്ലേ പറഞ്ഞു. ലൈറ്റ് അവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇരുട്ടുമുറി വെളിച്ചമില്ലാത്ത റൂമല്ലേ? ലൈറ്റ് ഇടാൻ കയറി ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴല്ലേ അവൻ താഴെ പോയേ. ഇതുവഴി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞേ. എടോ ലൈറ്റ് വന്നാ പിന്നെ അത് ഇരുട്ടുമുറി ആവണ എങ്ങനെയാ? നിങ്ങൾ ലൈറ്റ് ഇല്ലാതെ ഒരു വെളിച്ചവും ഇല്ലാതെ അവൻ എങ്ങനെ ടോർച്ച് പിടിക്കാതെ തന്നെ അങ്ങനെ കയറിയപ്പോഴാണ് പറഞ്ഞു പോണത്. തപ്പി കണ്ടുപിടിച്ച് കയറിയപ്പോഴാണ് പറഞ്ഞു. എന്നാ ശരി, അന്ന് ഇവരെന്താ ആൻസർ പറയുന്നേ? ഇപ്പൊ എന്നാ പറയുന്നേ? അവർ രണ്ട് മണ്ടന്മാരാണ്. ഇരുട്ട് റൂമിലെ മോരട്ട് പറയണ. ഞാനും ചാലച്ചേട്ടനും ആദ്യം തന്നെ പിടിച്ചു. ചാർലും വെക്കലും പറഞ്ഞ പോലെ അടുപ്പത്ത് വെച്ചാൽ മതി. സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി പറഞ്ഞാൽ മതി. വേറെ പറ. അന്നാ ഞങ്ങൾക്ക് ആൻസർ ഇല്ല. James looked at Mark's face and thought that he was dirty too. At the same time, when Mark looked at James, whose face was spotless, he decided he was just as clean. ഇയാളല്ലേ പറഞ്ഞ ഡാർക്ക് റൂം വന്ന്? ഞാൻ കേട്ടത്. ചാർലിച്ചേട്ടന് ഒരു പോയിന്റ്, എനിക്കൊരു പോയിന്റ്. You got kidnapped and locked in a stone house. However, there are 4 doors you can escape through. But behind the first door, it's extremely cold. And if you choose to go that way, you'll turn into a block of ice in a matter of seconds. The second door opens into a water tank swarming with hungry sharks. Behind the third door, the sun shines so brightly that it burns everything in no time. And the room behind the fourth door is filled with toxic gas that won't let you breathe. Is there a way to escape? ഒരിടത്തൂടെ പോയാൽ ഷാർക്ക് തിന്നും, ഒരിടത്തൂടെ പോയാൽ ഐസാകും, ഒരിടത്തൂടെ പോയാൽ സൂര്യൻ കരിക്കളയും, ഒരിടത്തൂടെ പോയിട്ടുണ്ടെങ്കിൽ പോയിസൺ അടിച്ച് നമുക്ക് ശ്വസിക്കാൻ പറ്റാ ചാവും. വേറെ വല്ല വഴിയൊന്നും ഇല്ലേ? അറിയത്തില്ല. എന്നാലും ഞാൻ ഐ ഗോ ഫോർ 3 സൺ. അതിനകത്ത് ഇറങ്ങി കഴിയുമ്പോഴേ കരിച്ചളയെന്ന് പറഞ്ഞേ. ഇറങ്ങി കഴിയുമ്പോഴേ കരിച്ചളയെന്ന് പറഞ്ഞേ. പറയാൻ പറ്റത്തില്ല. അവിടെയാണെങ്കിൽ തണുപ്പിച്ച് കളയും. ഐ ഗോ ഫോർ 2 ഷാർക്ക് ഹംഗ്രി ഷാർക്കാ. ഹംഗ്രി ഷാർക്കാട്ടാ. മറ്റേ ഷാർക്കല്ല, ഹംഗ്രി ഷാർക്ക്. ഈ ഷാർക്ക് തിന്നും പറഞ്ഞാൽ തിന്നും. ഇടം വലം നോക്കാതെ തിന്നിരിക്കും. അവന്റെ കോസ്റ്റ്യൂം തന്നെ തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പൊ വെയിലുള്ളത് പോയെന്നൊക്കെ പറയും ഇവിടെ. ഞാൻ വെയില്. ഞാനും സമ്മ. ഐ ഗോ ഫോർ 4th. ഗ്യാസ് അടിച്ച് ആവട്ടെ. Wait until the evening when the sun goes down and escape through the third door. അതെ. Look at this picture. 10 minutes before it was taken, someone from this photo had stolen all the money from the cafe on the beach. However, all these people claim that none of them had visited the cafe in the last 10 minutes. Who's the thief? ഇതെന്തെങ്കിലും കുക്ക് ചെയ്യണോ പുറത്തിരുന്ന്? ഞാൻ പറഞ്ഞ മിഡിലുള്ളത്.
ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അരി വറക്കുന്ന ആരാണ്? മിഡിലുള്ളവന്റെ കയ്യിൽ എന്താ ബാഗാണോ ബാക്കി തൂക്കിട്ടാണ്? ബാഗ് കയ്യില് അവന്റെ നിപ്പ് കണ്ടറിയാം, അവന്റെ ഫേസ് കവർ ചെയ്യാനുള്ള സാധനം സിമ്പിൾ ആയിട്ട് എന്തിക്കുകയാണെങ്കിൽ അവൻ തന്നെ. അല്ല ഇവൻ എന്തിനാ ഈ പുറത്തിരുന്ന് കുക്ക് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ട്. അത് കടക്കാരനാണെങ്കിലും അതെന്താ ബാർബിക്ക് പിന്നെ വീടിനകത്ത് ബെഡ്റൂമിൽ കൊണ്ടുണ്ടാക്കുന്നത്? ഇത് കടക്കാത്തിരുന്നുണ്ടാക്കണ്ടേ? എന്തിനും കടക്കാത്ത സ്പേസ് ഇല്ലല്ലോ. ഓപ്പൺ ഏരിയ എന്തിനാ ഉണ്ടാക്കണേ? അതിന് ബീച്ച് സെറ്റപ്പാണ്. കണ്ടോ ബിക്കിനി കിട്ടേ കണ്ടോ? ബീച്ചിലാണോ ബാർബിക്യൂ ഒക്കെ ഇത്ര ചൂടത്ത് ചെയ്യാൻ? അതിനിപ്പോ എന്താ എന്താ ബ്രോ ബീച്ചിന് അതെല്ല ശരിയാണല്ല. അത് ബാർബിക്യൂ അല്ല, അതിനകത്ത് വേറെന്തോണ്. അതല്ല ഈ മണ്ണെന്തിനാ ഇത്രയും പോലെ സാധനം എടുത്ത് നീതാമണത്? ഐ പ്രിഫർ ഫോർത്ത് വൺ. ഐസ്ക്രീമാ 10 മിനിറ്റ് കൊണ്ട് കടയിൽ വന്നിട്ടില്ലെന്നാ പറയുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഐസ്ക്രീം അങ്ങനെ തന്നെ ഇരിക്കുക. ദാറ്റ് ഈസ് ദ റീസൺ. എന്ത് ഐസ്ക്രീം അങ്ങനെ തന്നെ ഇരിക്കണ റീസൺ. അപ്പോൾ 10 മിനിറ്റുള്ളിൽ അവിടെ ചെന്ന് എടുത്തത് ആരായിരിക്കും? 10 മിനിറ്റ് മുമ്പ് റെസ്റ്റോറന്റിൽ വന്നിട്ടില്ല. 10 മിനിറ്റ് മുമ്പ് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. 10 മിനിറ്റിലേക്ക് നിങ്ങളുടെ ആൻസർ പറയും. അപ്പൊ ഐ ചൂസ് ഫോർത്ത് വൺ ബിക്കോസ് 10 മിനിറ്റ് മുമ്പ് വന്നാലേ ഐസ്ക്രീം ആ എടുത്തിരിക്കോളൂ. അല്ല 10 മിനിറ്റ് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ സാധനം അരിഞ്ഞപ്പോഴേ പോയി 10 മിനിറ്റ് മുമ്പ്. കറക്റ്റ് ആണെന്ന് തോന്നുന്നു. മോഷണം നടക്കണേ 10 മിനിറ്റ് മുമ്പ് എടുത്തതെന്നാണോ? തേങ്ങ. 10 മിനിറ്റ് മുമ്പ് ഫോട്ടോ എടുത്തോ? അപ്പൊ ഇവരാരും ഐ ചൂസ് തേർഡ് വൺ. ഐ ചൂസ് ഫോർത്ത്. The thief is the man with an ice cream. If he had bought it more than 10 minutes ago, it would have already melted, or the man would have already eaten it. എന്നിട്ട് പിന്നെ മാറ്റിയില്ല. Matt escaped from prison by digging a long tunnel in the floor of his cell. He'd been crawling through the underground tunnel for 3 hours when he saw that the main tunnel divided into 3 smaller ones. But the first one was on fire, and the second tunnel was home to a nest of venomous snakes. The third tunnel was set with explosives. How can Matt escape? ഐ ചൂസ് ഫയർ. ഐ ചൂസ് 3 ഫയർ. ഐ ചൂസ് ഫസ്റ്റ്. കാരണം മണ്ണ് വാരിട്ടിട്ട് തീയാണെങ്കിൽ വന്നിട്ട് പോകും. അതെ, മറ്റേത് ടൈം ബോംബല്ലേ. Matt should opt for the first tunnel. He can walk through it after he puts out the fire with dirt. സോ ഗൈസ്, അപ്പോ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവസാനിക്കുമ്പോൾ നോക്കുമ്പോൾ ചാർലി 7 points ആയിട്ട് ജയിച്ചു guys. അതിന്റെ തൊട്ട് പുറകെ 4 പോയിന്റ് ആയിട്ട് ഞാനുണ്ട്. അതിന്റെ തൊട്ട് പുറകെ 3 പോയിന്റ് പിന്നെ ആയിട്ട് ഏറ്റവും പുറകില് ഞാനുണ്ട്. അപ്പൊ എന്തായാലും പുറകിലുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ.